ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ 6 ടീസ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള മിൽക്കാട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് അത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ 1 ടീസ്പൂൺ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈയായിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് 2 സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതന്നെ ഒരു ക്ലിങ് ആയിട്ട് നമുക്കതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ദെൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലോട്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായി കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷവർമ മിക്സൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.